MOM4C നമ്മുടെ ഒ പിയിലാണെങ്കിലും ഐ പിയിലാണെങ്കിലും ക്ലിനിക്കൽ റെക്കോർഡ്സ് ഒക്കെ എഴുതുമ്പോൾ വളരെ വ്യക്തതയോടുകൂടി അലർജി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. കാരണം പേഷ്യൻ്റ് കെയറിൻ്റെ ഏത് ഭാഗത്ത് വെച്ചിട്ടും നമുക്ക് ഈ അലർജിയെക്കുറിച്ചുള്ള ധാരണ വ്യക്തമായിട്ടുണ്ടാവേണ്ട ആവശ്യമുണ്ട്. എസ്പെഷ്യലി ദ ടൈം ഓഫ് പ്രിസ്ക്രിപ്ഷൻ. അത് ഒ പിയിലെ പ്രിസ്ക്രിപ്ഷൻ ഡോക്ടർ എഴുതുമ്പോഴാണെങ്കിലും ഐ പിയിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോഴാണെങ്കിലും നമുക്ക് ഡ്രഗ് അലർജി ഒരു ഇമ്പോർട്ടൻറ്റ് കൺസേൺ ആയിരിക്കണം. ഡ്രഗ് റിയാക്ഷൻസ് അതിനെക്കുറിച്ചുള്ള ഉറപ്പുവരുത്തൽ നമ്മൾ നടത്തിയിട്ടാണ് കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനിഷ്യൽ കൺസൾട്ടേഷനകത്ത് പേഷ്യൻറ്റിൻ്റെ ഡ്രഗ് അലർജിയെക്കുറിച്ചും ഡ്രഗ് റിയാക്ഷനെക്കുറിച്ചും വ്യക്തത ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. ഇത് തുടർന്നുള്ള കെയറിൽ ഒ പിയിലും ഐ പിയിലും നമ്മൾ മാനേജ് ചെയ്യണം. ഇതാണ് നമ്മളുടെ മാനേജ്മെൻറ്റ് ഓഫ് മെഡിക്കേഷൻ്റെ 4ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ 3ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ്. കമ്മിറ്റ്മെൻറ്റ് ഡ്രഗ് അലർജീസ് ആൻഡ് പ്രീവിയസ് അഡ്വേഴ്സ് റിയാക്ഷൻസ് ആർ അസർട്ടൈൻഡ് ബിഫോർ പ്രിസ്ക്രൈബിങ്. ഓരോ പ്രിസ്ക്രിപ്ഷന് മുമ്പും അത് ക്രോസ് വെരിഫൈ ചെയ്യണം, ഒ പിയിലോ ഐ പിയിലോ എന്നത് ബാധകമാകാതെ. അത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഡിസ്പ്ലേഡ് ആയിരിക്കണം. ഈ ഗ്രേപ്സിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. പേഷ്യൻ്റ് അലർജിക് പേഷ്യൻ്റ് ആണെങ്കിൽ ഒ പിയിൽ ആൾവേസ് അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ബ്ലിങ്ക് ചെയ്ത് കാണിച്ചിട്ടിരിക്കും. ഇനി ഒരു അലർജിക് ഡ്രഗിൻ്റെ കോമ്പിനേഷനുള്ള ഒരു ഡ്രഗ് പ്രിസ്ക്രൈബ് ചെയ്താൽ പ്രിസ്ക്രിപ്ഷൻ ടൈമിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യും. എന്നിട്ടും ഡോക്ടർ അത് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ ടെസ്റ്റ് ഡോസ് എന്ന് അതിൻ്റെ കൂട്ടത്തിൽ എഴുതി വയ്ക്കും സോഫ്റ്റ്വെയർ സ്വയം. ഐ പിയിലും അതെ, ഗ്രേപ്സിൻ്റെ ഐ പി EMRൽ അലർജി വളരെ പ്രോമിനൻ്റ് ആയിട്ട് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഗ്രേപ്സ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് അവിടെ നമ്മൾ കമ്മിറ്റഡ് ആണ്, ആൾറെഡി കമ്മിറ്റ്മെൻ്റ് ആണ്. ഒരുപാട് ടെൻഷൻ ആവണ്ട, ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. എന്താണ് ഈ ഒബ്ജക്റ്റീവ് എലമെൻ്റ് എന്നത്? ഡ്രഗ് അലർജീസ് കൃത്യമായി നോട്ട് ചെയ്യണമെന്നും അത് പ്രോമിനൻ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണമെന്നും അല്ലെങ്കിൽ അത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിൽ ഉണ്ടായിരിക്കണമെന്നതാണ്. ഓക്കെ.